മോളെ മോളെ നീ ഒന്ന് എഴുന്നേൽക്ക്. ചേച്ചി ഇത്ര നേരായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. മോളെ ഇങ്ങോട്ട് എഴുന്നേക്ക് മോളെ. ശ്രീകുട്ടി, കരയാതെ മോളെ. അവൻ അങ്ങനെ ഒരു കടുകയൊന്നും ചെയ്യില്ല മോളെ. സഞ്ജുവിന്റെ ഒരു ചെരുപ്പ് കടൽ തീരത്തുനിന്ന് കിട്ടിയതല്ലേ അച്ഛ. കാർ അവിടെ ഉണ്ടത്ര. സഞ്ജു പിന്നെ എവിടെ പോയി? ഒരു രാത്രിയാ കഴിഞ്ഞു പോയത്. രാവിലെ ആയിട്ടും സഞ്ജുവിനെ പറ്റി ഒരു വിവരവും ഇല്ല. സഞ്ജുവിനെ കണ്ട ആരുമില്ല. ഞാൻ എങ്ങനെ സമാധാനിക്കണമെന്ന് അച്ഛൻ പറയുന്നു. എന്റെ സഞ്ജുവിന് എന്ത് പറ്റിയെന്ന് ആരെങ്കിലും ഒന്ന് പറ. നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. നിങ്ങൾക്കറിയോ സഞ്ജുവിന് എന്താ പറ്റിയെന്ന്? സത്യമായിട്ടും അച്ഛനൊന്നും അറിയില്ല മോളെ. ചേച്ചിക്ക് അറിയാതിരിക്കെ അദ്ദേഹം വരും. വരും പോലും. എന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ പോകുന്നേ? കടലിൽ ചാടിയെന്ന് വരുത്തി തീർത്ത് അവൻ സ്ഥലം വിട്ടു പോയതാ. എനിക്ക് അവനെ വിശ്വാസമൊന്നുമില്ല. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിട്ടെ അത് ഒളിച്ചു വെച്ചവനവന്. അവനെ എങ്ങനെ വിശ്വസിക്കും? നീ ഒന്ന് നാവടക്ക് കാഞ്ചനെ. എവിടെ എന്താ പറയേണ്ടത് പോലും അറിയില്ല. ഞാൻ നാവടക്കേന്റെ ശിക്ഷയാ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോളെ, അവന് വേറെ ആപത്തൊന്നും പറ്റിയിട്ടില്ല. ഇത് അവന്റെ ഒരു നാടകമാ. ഇനിയെങ്കിലും നീ അതൊക്കെ മനസ്സിലാക്ക. കരക്കാരെ കബളിപ്പിക്കാനാ അവൻ ബുദ്ധിപൂർവം കാർ അവിടെ കൊണ്ടിട്ടിട്ട് സ്ഥലം വിട്ടത്. നീ ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വരണം. ഇതൊരു ശാപം കിട്ടിയ വീടാ. നിന്നെ കൂടെ കൊണ്ടുപോകാനാ ഞങ്ങള് വന്നത്. അമ്മ ദയവേത് മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത്. മനസാക്ഷി കാണിച്ചിട്ട് എന്താ കിട്ടിയത് നിനക്ക് ഇതുവരെ? ഇനി ആരെ പ്രതീക്ഷിച്ചാ നീ ഇവിടെ കിടക്കുന്നത്? ദുരന്തങ്ങൾ ഒഴിഞ്ഞിട്ട് ഈ വീട്ടിൽ നേരമുണ്ടോ? എന്ത് സഹിക്കാൻ തയ്യാറായി തന്നെ ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ടുമില്ല. നിന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.